Hi and welcome to the first video lecture on the subject strength of materials. ഇത് നമ്മൾ ആദ്യത്തെ ലെക്ചർ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെക്ചർ വീഡിയോസിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും ആദ്യം തന്നെ പറഞ്ഞു. പി എസ് സിയുടെ വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ടു പി എസ് സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ബേസിക്കലി ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക റദർ ദാൻ ഫോക്കസിങ് ഓൺ ഡീറ്റെയിൽഡ് പ്രോബ്ലംസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് രണ്ട് തരത്തിലാണ് ഉണ്ടാവുക. ആദ്യത്തെ വീഡിയോയിൽ കൺസെപ്റ്റ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക, കൺസെപ്റ്റ്സും അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. രണ്ടാമത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ആ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്കിന് രണ്ട് വീഡിയോ ഉണ്ടാവും. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ വീഡിയോ ലെക്ചറിൽ വി വിൽ ബി കവറിംഗ് ദ ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഫോളോഡ് ബൈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ദെൻ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ലെക്ചർ കണ്ടു കഴിഞ്ഞാൽ you should be in a position to answer these type of questions. Okay, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സാമ്പിൾ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആവും. ഓക്കെ, വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ വിൽ ബി ഇൻ എ പൊസിഷൻ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഈസ് സെയിം. ഓക്കെ, അത് വെക്ടർ ആണോ, ടെൻസർ ആണോ, സ്കെയിലർ ആണോ, അല്ല ഇതിലൊന്നും പെടാത്തതാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സ്ട്രട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സിമിലർലി എന്താണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോക്കാം. എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് ഷിയർ സ്ട്രെയിൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ മാലിയബിലിറ്റി എന്താണ്, പ്ലാസ്റ്റിസിറ്റി എന്താണ്, ഡക്റ്റിലിറ്റി എന്താണ്, എലാസ്റ്റിസിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു ലെക്ചർ വീഡിയോയിലൂടെ ക്ലിയർ ആക്കാം. അതിനുശേഷം നമ്മൾ നോക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. അതിൽ ഒരുപാട് കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോ കഴിയുമ്പോഴേക്ക് യു വിൽ ബി ഇൻ എ പൊസിഷൻ ടു ആൻസർ യുവർ മൈൽഡ് സ്റ്റീലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലാവും. അതുപോലെ കാസ്റ്റ് അയണിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഇലാസ്റ്റോ പ്ലാസ്റ്റിക് മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഹാർഡൻഡ് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോമിനൽ സ്ട്രെസ്, ട്രൂ സ്ട്രെസ്, എഞ്ചിനീയറിംഗ് സ്ട്രെസ്, ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ്, ഈൽഡ് സ്ട്രെസ്, അൾട്ടിമേറ്റ് സ്ട്രെസ്, അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. അതേപോലെ നെക്കിങ്, ഏത് പോയിന്റിലാണ് നെക്കിങ് എന്ന് പറഞ്ഞ ഫിനോമിനൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ലെക്ചർ വീഡിയോ കഴിയുമ്പോഴേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ പ്രാപ്തരായി മാറ്റും. ഓക്കെ, സോ ലെറ്റ് us start with the lecture video. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു കാര്യം സ്ട്രെസ്സും സ്ട്രെയിനും ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ബേസിക് ഫണ്ടമെന്റൽസ് ഒന്ന് വളരെ ക്വിക്കായിട്ട് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ സ്ട്രെസ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. സ്ട്രെസ് ഈസ് ബേസിക്കലി എ റിയാക്റ്റീവ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. അല്ലെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റിയാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഇസ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് റിയാക്റ്റീവ് ഫോഴ്സ് ആണെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം റിയാക്റ്റീവ് ഓർ ഇന്റേണൽ ഫോഴ്സ് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു ഇന്റേണൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ്. ഓക്കെ, റിയാക്റ്റീവ് ഓർ ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ്, ഇതിന് പകരം എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ ദാറ്റ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രഷറായി. ഓക്കെ, രണ്ടും രണ്ടാണ്, പക്ഷെ യൂണിറ്റ് രണ്ടിന്റെയും സെയിം ആണ്. പല കേസുകളിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണെങ്കിൽ പോലും സ്ട്രെസ്സിന്റെ കേസിൽ അത് റിയാക്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സിമ്പിൾ ബാർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, and if that bar is subjected to an axial load P, okay, a simple bar and that is subjected to an axial load P, ഈ ബാറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ A ആണെങ്കിൽ, ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, P എന്ന് പറയുന്ന ലോഡ് if it is acting along the centroid, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ വാലിഡ് ആയിട്ട് വരുള്ളൂ. if it is acting along the centroid of the bar, അങ്ങനെയാണെങ്കിൽ your stress which is normally given by sigma is equal to P by A, where P is the force, A is the area of cross section. Okay, so അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിലും നമ്മൾ ഏറ്റവും നോർമൽ ആയിട്ട് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റേഴ്സ് ഫോമിലാണ്. അതിനൊരു കാരണമുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമല്ല, 1 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത് 1 മെഗാ പാസ്കൽ ആണ്.
or 1 into 10 to the power 6 പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്തു വരുമ്പോൾ അതിന്റെ ഡയമെൻഷൻസിനൊക്കെ അതിന്റെ മില്ലിമീറ്റർ ഫോമിൽ തന്നെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് കാര്യം റിലേറ്റഡ് ടു സ്ട്രെസ്. ഓക്കെ, ഈ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ബേസിക് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്കൊരു ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഡയറക്റ്റ് സ്ട്രെസ്സും ഇൻഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, direct stress എന്താണെന്ന് വെച്ചാൽ if the stress is developed due to the force acting which is parallel or collinear to the axis of the component. Okay, axis of the component parallel ആയിട്ടോ അല്ലെങ്കിൽ collinear ആയിട്ടോ ആക്ട് ചെയ്യുകയാണെങ്കിൽ അത് ലോഡ് ആക്ട് ചെയ്യുന്നത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് അത്തരം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണെങ്കിൽ ഓക്കെ അത്തരം കേസുകളിലാണ് നമ്മൾ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് കേസുകൾ നോക്കാം. സോ ഫസ്റ്റ് കേസ് ഇപ്പോൾ പറഞ്ഞത് കൊളീനിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബാറിനെ കൺസിഡർ ചെയ്യാം. ഇത്തരത്തിലൊരു ബാറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം ആൻഡ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, പി ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ കേസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സോ ഇവിടെ ഈ ഫോഴ്സ് ഈസ് ആക്ടിങ് കൊളീനിയർ ടു ദ ആക്സിസ്. ഓക്കെ, ആക്സിസിന് കൊളീനിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ യുവർ ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് എ ഈസ് ദ ഏരിയ. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് പി എന്ന് പറഞ്ഞാൽ ഈ സർഫസിന് നോർമൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് നോർമൽ സ്ട്രെസ് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്ലെയിന് നോർമൽ ആയിട്ടാണ്. സോ ഇതിനെ നോർമൽ സ്ട്രെസ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇസ് ഗിവൺ ബൈ സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ. യൂണിറ്റ് സെയിം ആണ്. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് when the force is acting parallel to the bar ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്കൊരു പാരലൽ കേസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ബാർ കൺസിഡർ ചെയ്യാണ്. ഇത്തരത്തിലൊരു ബാർ. ഓക്കെ, ഒരു 1 into ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബാർ ആണ്. ആൻഡ് ഇതിന്റെ സെൻട്രൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ ഒരു സെൻട്രൽ ആക്സിസ് വരിക. നൗ if the load is acting parallel എന്ന് പറയുമ്പോൾ if the load is acting along the സർഫസിലാണ് അത് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഓക്കെ സർഫസിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ let the force be F. ഓക്കെ, അത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ എഫക്ട് വരുന്ന സർഫസ് ഇതാണെങ്കിൽ ആൻഡ് let the area be A. ഓക്കെ, ഇങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ഇത് ഇങ്ങനെയാണ് ഡീഫോം ചെയ്യുക അല്ലെ. ഇത്തരത്തിലാണ് ഇതിന്റെ ഡീഫോമേഷൻ ഉണ്ടാവും. ഫൈനൽ പൊസിഷൻ ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തായിരിക്കും അതിന്റെ ഒരു ഫൈനൽ പൊസിഷൻ വരാം. അത് ഡീഫോം ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ്. സോ ഇത്തരം കേസുകളിൽ ഇതിൽ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ഇതൊരു ഷിയറിംഗ് ആണ് അല്ലെ. ഇവിടെ നടക്കുന്നത് ഒരു ഷിയറിംഗ് ആക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിയറിംഗ് സ്ട്രെസ് ആണ് വിച്ച് ഇസ് ഗിവൺ ബൈ എഫ് ബൈ എ ഇസ് യുവർ ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ദ യൂണിറ്റ് ഈസ് സെയിം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഓർ മെഗാ പാസ്കൽ. ഓക്കെ, സോ ഇതാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൻ യുവർ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻക്ലൈൻഡ്. ഓക്കെ, സോ ഇത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ പറയാം. ഇത്രേ ഉള്ളൂ. ഇഫ് സപ്പോസ് യു ഹാവ് എൻ ഒബ്ജക്ട്. ഓക്കെ, എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ഇതിൽ ഒരു ആക്സിസ് ഇതിന്റെ ബേസിക് ആക്സിസ് ഇതൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നൗ ഇഫ് എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ എൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് പി ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ബേസിക് മെക്കാനിക്സിലൊക്കെ എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് റിസോൾവ് ചെയ്യാം അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തീറ്റ ഇതിനെ നമുക്ക് എലോങ് ദ സർഫസും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ നോർമൽ ടു ദ സർഫസ് ആയിട്ട് നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ ഈ എലോങ് ദ സർഫസിലുള്ള കോമ്പോണന്റ് കൊണ്ടാണ് ഇവിടെ എന്തുണ്ടാവുന്നത് ഈ പി കോസ് തീറ്റ എന്ന് പറയുന്ന ടേം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ഷിയർ ഫോഴ്സ് ഉണ്ടാവുന്നത്. അതേപോലെ ഇതിന്റെ നോർമൽ കോമ്പണന്റ് പി സൈൻ തീറ്റ കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു നോർമൽ ഫോഴ്സ് കിട്ടുന്നത്. ഓക്കെ, സോ എപ്പോഴും ഇവിടെ ഒരു 2 ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ടാണ് ഞാൻ 2 ഡയറക്ഷനിലേക്ക് എടുത്തത്. 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ 3 ഡയറക്ഷനിലേക്ക് അതിനെ എടുക്കണം. ഓക്കെ, ഇത് പറഞ്ഞതിനൊരു കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ഡയറക്റ്റ് സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ. ഡയറക്റ്റ് സ്ട്രെസ് അതുപോലെ തന്നെ തെർമൽ സ്ട്രെസ്സും ഒരു ഡയറക്റ്റ് സ്ട്രെസ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു കാര്യമാണ്. Now, when you are coming to indirect stress നമുക്ക് basically it is defined as stress developed due to moment or torsion. Okay, so stress developed due to moment and stress developed due to torsion. അതിനാണ് നമ്മൾ indirect stress എന്ന് പറയുക. Due to moment, okay, due to moment, and the second one is due to torsion. ഓക്കെ, സോ ഇത് രണ്ട് തരത്തിൽ വരാം. മൊമെന്റ് ആക്ട് ചെയ്യുന്ന കേസുകൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാർ എടുത്തിട്ട് ബാറിൽ രണ്ട് എൻഡിൽ ഇത്തരത്തിലൊരു മൊമെന്റ് അപ്ലൈ ആണെങ്കിൽ ഓക്കെ ഇത്തരത്തിൽ ഞാൻ രണ്ട് എൻഡിലും മൊമെന്റ് അപ്ലൈ ആണെങ്കിൽ നമുക്കറിയാം ഇതിങ്ങനെ ബൾജ് ചെയ്യും. കറക്റ്റ്, ഇത്തരത്തിൽ ബൾജ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. മൊമെന്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് ആയിരിക്കും.
Okay. Similarly, ഇതേ കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എപ്പെന്ന് ചോദിച്ചാൽ see if the force is acting in the vertical direction, for example ഒരു cantilever beam ഞാൻ എടുത്തിട്ട് അതിൽ vertical directionലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും ഇവിടെ ഒരു ഇത്തരത്തിലാണ് ഇത് ഡീഫോം ചെയ്യുക. ഇവിടെ നമുക്കൊരു ഈ ഒരു പോയിന്റിൽ നമുക്കൊരു ബെൻഡിങ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടും. കറക്റ്റ്. ഇതിൽ എൻറ്റയർ സർഫസിൽ ഒരു ബെൻഡിങ് സ്ട്രെസ് ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. Now, similarly, when coming to torsion, okay, torsion the case like when you are rotating a body, okay, rotating a body, and if one end is fixed, rotating body, we experience torsion. Okay, so this detailed versions we'll see. Okay, the next topic like detailed okay. Okay, this is basic stress in the classification. Okay, stress classify okay. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രെസ് നമ്മളിവിടെ ഏറ്റവും ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഓഫ് സ്ട്രെസ് ആണ് നമ്മളിവിടെ കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നൗ ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു, നമ്മളിപ്പം ഇതുവരെ ചെയ്ത കേസുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇത് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അലോങ് ദ ആക്സിസിന് പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന കേസാണ്. രണ്ടാമത് ഷിയറിംഗ് ഫോഴ്സ് ആണ്. പിന്നെ നമ്മളൊരു മൊമെന്റിന്റെ കേസ് നോക്കി, ടോർഷന്റെ കേസ് നോക്കി. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കേസുകളായിട്ടാണ് ഇവിടെ നമ്മൾ നോക്കിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. ഓരോന്നും സെപ്പറേറ്റ് കേസുകളായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി ആക്ച്വൽ സിനാരിയോയിൽ ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടല്ല ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു മെഷീന്റെ അകത്തെ ഒരു പാർട്ട് ഞാൻ എടുക്കുകയാണ് എങ്കിൽ ആ പാർട്ടിൽ ചിലപ്പം എല്ലാ ടൈപ്പ് ഓഫ് ലോഡിങ്ങും ആ ഒരു പാർട്ടിൽ ഉണ്ടാവാം, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം കൺസിഡറിങ് എ ബാർ, ഓക്കെ, ഇതൊരു ബാർ, ഓക്കെ. സോ ഇഫ് സപ്പോസ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് an axial ലോഡ് എഫ്, ഓക്കെ, ആൻഡ് ഒരു വെർട്ടിക്കൽ ലോഡ് പി ഉണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. സിമിലർലി അതിലൊരു ടോർഷനും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് ലോഡ്സ്. ഓക്കെ, ഇത്തരത്തിലൊരു കേസ് വന്നാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ദിസ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്നുമില്ല. ഓക്കെ, കാരണം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് കേസസ്. ഓക്കെ, സോ ഇത്തരത്തിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിൽ ഫൈൻഡ് ദ സ്ട്രെസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. Okay, stress at a point. At a point. Right. So, stress at a point എടുക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ട് സ്ട്രെസ് വരുന്ന ഒരു പോയിന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ സ്ട്രെസ് അറ്റ് എ പോയിന്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമ്മളൊരു 3 ഡയമെൻഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനൊരു ക്യൂബ് എലമെന്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും ഒരു അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. ബട്ട് സ്റ്റിൽ നമുക്ക് പറ്റാവുന്നത്ര സിമ്പിൾ ആയിട്ട് ഇതിനൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇഫ് സപ്പോസ് എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ സം ആംഗിൾ, ഫോർ എക്സാമ്പിൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ വൈ ആക്സിസ്, ലെറ്റ് ദിസ് ബി മൈ എക്സ് ആക്സിസ് ആൻഡ് ലെറ്റ് ദിസ് ബി മൈ സെഡ് ആക്സിസ്. ഓക്കെ, ഇഫ് സപ്പോസ് നമുക്ക് ഈ പറയുന്ന ലോഡിനെ നമുക്കൊന്ന് കാണാം. ഓക്കെ, ഒരു ഡിഫറെന്റ് കളറിൽ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. സോ ഓക്കെ, റൈറ്റ്. സോ ഇവിടെ ഓക്കെ, ഇഫ് സപ്പോസ് ഒരു റാൻഡം ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ആംഗിളിൽ. ഓക്കെ, ഈ ഒരു പ്ലെയിനിൽ ഒരു റാൻഡം ഫോഴ്സ് ഉണ്ട് പി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് റിസോൾവ് ചെയ്യാം. എങ്ങനെ? ഒന്ന് എലോങ് എക്സ് ആക്സിസ്. ഓക്കെ, സിമിലർലി അടുത്ത ഫോഴ്സ് എലോങ് വൈ ആക്സിസ്, അടുത്ത ഫോഴ്സ് എലോങ് സെഡ് ആക്സിസ്, അല്ലെ? സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ പ്ലെയിൻ, ഇതാണ് എന്റെ ഫേസ്, അല്ലെങ്കിൽ ഇതാണ് എന്റെ സർഫസ്. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സ്, ഓക്കെ, ദിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, അല്ലെ? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ സ്ട്രെസ് ആണ്. ഓക്കെ, ആൻഡ് ഇസ് ഡിനോട്ടഡ് ആസ് സിഗ്മ എക്സ് എക്സ് ആണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സിമിലർലി മറ്റ് രണ്ട് ഫോഴ്സുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ഇതിനെ 3 ഡയറക്ഷനിലായിട്ട് റിസോൾവ് ചെയ്തെന്ന് മാത്രം, അല്ലെ? രണ്ടാമത്തെ എന്താ, ഒന്ന് വൈ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ അത് സർഫസിലൂടെയാണ്, അല്ലെ? ടാൻജൻഷ്യൽ ടു ദ സർഫസ് ആണ്, അല്ലെങ്കിൽ ഇത് ഒരു ഷിയർ സ്ട്രെസ് ആണ്. ആൻഡ് ഷിയർ സ്ട്രെസ് ഇസ് നോർമലി റെപ്രസെന്റഡ് ബൈ ദ സിമ്പിൾ ടോ. ഓക്കെ, അത് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ടോ എക്സ് വൈ. എന്തുകൊണ്ടാണ് എക്സ് വൈ എന്ന് പറയാം. സിമിലർലി അടുത്ത കേസും ഷിയർ സ്ട്രെസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോ എക്സ് സെഡ് ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, നൗ ഈ ഒരു റെപ്രസെന്റേഷൻ എന്താണ് കാണിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, അതിനു മുമ്പായിട്ട് ഇതുപോലെ തന്നെ എനിക്ക് ഓരോ പ്ലെയിനിലും ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനും എനിക്ക് 3 കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സിമിലർലി ഓരോ പ്ലെയിനിലും എനിക്ക് അത്തരം കോമ്പണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു കാര്യം, സിഗ്മ എക്സ് എക്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, നോർമൽ സ്ട്രെസ് ആണ്. ഈ സിഗ്മ എന്ന് പറയുന്നത് ആക്ച്വലി ദ മാഗ്നിറ്റ്യൂഡ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, നമ്മൾ അതിന്റെ എത്ര വാല്യൂ ആണ്, എത്ര എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 20 മെഗാ പാസ്കൽ ആണ് എന്ന് പറയാം. ഓക്കെ,
And the first x എന്ന് പറയുന്നത് it actually represents the plane in which this is acting. Okay, plane എന്താ ഇത് x plane ആണ്, അതുകൊണ്ടാണ് x. Okay, and the third one is actually representing the direction. Okay, direction. So sigma ആണ് സ്ട്രെസ്, x ആണ് പ്ലെയിൻ, x ആണ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇത്തരം റെപ്രസെന്റേഷൻ വരുമ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിമിലർലി ടോ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടോ ആണ് അതിന്റെ ഷിയർ സ്ട്രെസ് ആണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ടോ. ഫസ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലെയിനിലാണ് അത് ആക്ട് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലേക്കാണ്, അതുകൊണ്ടാണ് ടോ എക്സ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റൈറ്റ്. സോ ഇത്തരത്തിൽ നമുക്ക് എല്ലാ ഡയറക്ഷനിലേക്കും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ ഒരു മെട്രിക്സ് ഫോമിൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത്, സ്ട്രെസ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ എക്സ് ടോ സിഗ്മ വൈ വൈ ടോ വൈ സെഡ് ആൻഡ് ടോ സെഡ് എക്സ് ടോ സെഡ് വൈ ആൻഡ് സിഗ്മ സെഡ് സെഡ്. ഓക്കെ, സോ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ട്രെസ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് യു റിക്വയർ 9 കോമ്പോണൻസ് ടു സ്പെസിഫൈ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. റൈറ്റ്, സ്ട്രെസ് അറ്റ് എ പോയിന്റ്. സിമിലർലി അതിൽ തന്നെ ഈ ടോ എക്സ് വൈ ടോ വൈ എക്സ് സെയിം ആണ്, ടോ സെഡ് എക്സും ടോ എക്സ് സെഡും സെയിം ആണ്, അതേപോലെ ടോ സെഡ് വൈയും വൈ സെഡും സെയിം ആണ്. അതുകൊണ്ട് തന്നെ യു വിൽ റിക്വയർ 6 ഇൻഡിപെൻഡന്റ് കോമ്പണൻസ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് കോമ്പണൻസ് ടു സ്പെസിഫൈ ദ സ്ട്രെസ് അറ്റ് എ പോയിന്റ്. ഓക്കെ, 9 കോമ്പണൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഇതെല്ലാം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ 6 ഇൻഡിപെൻഡന്റ് കോമ്പണൻസ് വേണം സ്ട്രെസ് അറ്റ് എ പോയിന്റിനെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് അറ്റ് എ പോയിന്റ് എനിക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? എനിക്ക് മാഗ്നിറ്റ്യൂഡ് അറിയണം, അത് ഏത് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത് അറിയണം, അതുപോലെ അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് അറിയണം അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരം ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ പറയാ ടെൻസർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. Tensor quantities. Okay, so stress is a very best example for a tensor quantity, and that is a very important question. Okay, I hope I answer your first question. Okay, so ഇതൊരു ടെൻസർ ക്വാണ്ടിറ്റി ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ടെൻസർ ക്വാണ്ടിറ്റി ആണ്. സിമിലർലി സ്ട്രെയിനും ഒരു നല്ലൊരു ടെൻസർ ക്വാണ്ടിറ്റി ആണ്. അതും ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രെയിനിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയണം, അതിന്റെ ഏത് പ്ലെയിനിലാണ് ആക്ട് ചെയ്യുന്നത് അറിയണം, അതുപോലെ ഏത് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അറിയണം. ഓക്കെ, ഇനി ഇത് കൂടാതെ ചില സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ചിലപ്പോൾ പറയാം, സ്ട്രെസ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ എന്ത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിക്കാം. ഓക്കെ, സ്ട്രെസ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ അറസ്റ്റഡ് ആയി, അപ്പൊ എന്താ, പിന്നെ എനിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ സ്ട്രെസ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ ഈസ് ആക്ച്വലി എ വെക്ടർ ക്വാണ്ടിറ്റി, പക്ഷെ സ്ട്രെസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഈസ് എ ടെൻസർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവണം. റൈറ്റ്. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്ട്രെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി സ്ട്രെയിനിനെ കുറിച്ച് നോക്കാം. റൈറ്റ്. So strain is basically defined as the ratio of change in dimension to the original dimension ആണ്. Okay, change in length to original length അല്ല, generally നമ്മൾ പറയുന്നത് change in dimension to the original dimension. Okay, now if suppose നമ്മൾ ആ ബേസിക് ബാറിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഒരു സർക്കുലർ ബാർ ഞാൻ എടുക്കുകയാണെങ്കിൽ and it is subjected to a load P. Okay, ഒരു ലോഡ് P വരുന്നുണ്ട്, അതിലുണ്ടാവുന്ന ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡെൽറ്റ എൽ ഡീഫോർമേഷൻ ആണെങ്കിൽ, ഓക്കെ, and original length L ആണെങ്കിൽ, then ഇവിടുത്തെ strain, it is normally represented by this epsilon is equal to delta L by L ആണ് അവിടുത്തെ strain. Okay, now ഈ സ്ട്രെയിനിനെ ബേസിക്കലി നമ്മൾ 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെയിനിനെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ആസ് നോർമൽ സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ ആദ്യത്തത് നോർമൽ സ്ട്രെയിൻ and the second one shear strain. Okay, so normal strain എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടത് തന്നെ നോർമൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ് നോർമൽ സ്ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ it is same. Okay, സെയിം സാധനം തന്നെയാണ്, epsilon is equal to delta L by L ആണ്. ഓക്കെ, ഇനി എന്താണ് ഷിയർ സ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ, ഷിയറിംഗ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമ്മുടെ ബേസിക് നേരത്തെ പറഞ്ഞത് ഈ എക്സാമ്പിൾ എടുക്കാം. സോ ലെറ്റ് us consider a bar. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ബാറിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ബി ദ ഫോഴ്സ്. ഓക്കെ,
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡീഫോംഡ് ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതാണെന്ന് വിചാരിക്കാം. ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ഡീഫോംഡ് ഷേപ്പ് വരുന്നത്. ഓക്കെ, സോ ഈ ആംഗിൾ തീറ്റ എടുക്കാം. ഓക്കെ, സോ സെയിം ആംഗിൾ തീറ്റ. ഓക്കെ, സോ ലെറ്റ് ദിസ് ബി ഡി യു. ഓക്കെ, ഈ ചെറിയ ഡീഫോർമേഷൻ ഡി യു, ഈ ഡീഫോർമേഷൻ ഡി വൈ ആണെങ്കിൽ ഇവിടുത്തെ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ആണ് അല്ലെ. ഇവിടെ ഉണ്ടായ ഷിയറിംഗ് സ്ട്രെയിൻ ഈ ഒരു ആംഗിൾ ആണ്, ഈ ആംഗുലാർ ഡീഫോർമേഷൻ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറയാം, നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് ഡി യു ബൈ ഡി വൈ ആണ്. ഓർ സിൻസ് ദിസ് തീറ്റ വിൽ ബി വെരി സ്മോൾ, നമ്മൾ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ചെറുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം തീറ്റ ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ ആണ് ഷിയർ സ്ട്രെയിൻ. സിമിലർലി ഇതൊരു ഒരു ഒരു പിന്നെ ഒരു ഒരു സൈഡിലും ഒരു വൺ സൈഡ് മാത്രം വരുന്നൊരു കേസാണ്. നമുക്ക് ഇനി ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വിത്ത് റെസ്പെക്ട് ഇൻ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദിസ് ബി മൈ എക്സ് ആക്സിസ് and let this be my y axis. Okay, so initially in the shape ഇങ്ങനെ ആയിക്കോട്ടെ, ഇതാണ് initial shape. Okay, now after the application of load എന്ത് സംഭവിച്ചു വെച്ചാൽ let this be deformed in this particular fashion. Okay, so ഇത്തരത്തിലാണ് ഇതിന്റെ deformation വന്നിട്ടുള്ളതെങ്കിൽ, okay, so ഇത് തീറ്റ 1 ഉം ഇത് തീറ്റ 2 ആണെങ്കിൽ, okay, തീറ്റ 1 ഉം തീറ്റ 2 ആണെങ്കിൽ then ഇവിടുത്തെ ടോട്ടൽ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2 ആയിരിക്കും. തീറ്റ 1 പ്ലസ് തീറ്റ 2, റൈറ്റ്. സോ ഇത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, ലെറ്റ് ദിസ് ഡിസ്റ്റൻസ് ഇനിഷ്യൽ ഡിസ്റ്റൻസ് ബി ഡി എക്സ്. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ബി നമ്മുടെ സെയിം കേസ് പറഞ്ഞ പോലെ തന്നെ ഡി യു ബൈ ഡി വൈ. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ പ്ലസ് ഡി വി ബൈ ഡി എക്സ്. Okay, so ഇതാണ് total strain. Okay, so I hope this is clear, right? So total strain എന്ന് പറയുന്നത് shear strain എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് രണ്ട് ആംഗിൾ ആണ്. അത് ഇതാണ് du by dy plus dv by dx ആണ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ആയിട്ട് സ്ട്രെയിനിന്റെ കേസിൽ പറയാനുള്ളത്, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിലേക്ക് പോവാം. പക്ഷെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫണ്ടമെന്റൽ കാര്യങ്ങളും കൂടെ അറിയാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് ട്രൂ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതുപോലെ നോമിനൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിലേക്ക് വരും, കറക്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം എന്താണ് ട്രൂ സ്ട്രെസ്സും എന്താണ് ട്രൂ സ്ട്രെയിൻ എന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ വിൽ സി വാട്ട് ട്രൂ സ്ട്രെസ് ഈസ്. ഓക്കെ, ട്രൂ സ്ട്രെസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ ഫോം ആണ് അല്ലെ, നോർമൽ ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, സോ പക്ഷേ നമുക്ക് ഒരു ബാർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു ബാറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരു ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ലോഡ് പി അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആഫ്റ്റർ സം ടൈം എന്ത് സംഭവിക്കുക വെച്ചാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡീഫോമിങ് അല്ലെ. ഡീഫോം ചെയ്ത് കഴിയുമ്പോൾ പി എന്ന് പറഞ്ഞ ഫോഴ്സ് P1 എന്നാവുന്ന സമയത്ത് ലെറ്റ് ദിസ് ബി ദ ഡീഫോർമേഷൻ. ഓക്കെ, ഇവിടെ ഒരു ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടായി. ഓക്കെ, പി എന്നുള്ള ഫോഴ്സ് P1 ആയ സമയത്ത് ഇനി ഇതേ ഫോഴ്സ് P2 ആവുന്ന സമയത്ത്, പി എന്നുള്ള ഫോഴ്സ് P2 ആവുന്ന സമയത്ത് ഇതായിക്കോട്ടെ അതിന്റെ ഡീഫോർമേഷൻ. ഓക്കെ, ഇതായിക്കോട്ടെ അതിന്റെ പുതിയ ഡീഫോർമേഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കേസിലെ എന്റെ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ് അല്ലെ. പക്ഷെ P1 ആയ സമയത്ത് ഇതിന്റെ ഡയമീറ്ററിൽ ഒരു ഡിക്രീസ് ഉണ്ടായി. ഡയമീറ്ററിൽ ഡിക്രീസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഏരിയ എന്തായി, സം A1 എന്നൊരു ഫോമിലേക്ക് വന്നു, കറക്റ്റ്. വീണ്ടും ഞാൻ വലിച്ചു കഴിഞ്ഞ സമയത്ത് വീണ്ടും ഏരിയയിൽ ഒരു ഡിക്രീസ് ഉണ്ടായി, ഒരു പുതിയ ഏരിയ വന്നു വിച്ച് ഇസ് A2, കറക്റ്റ്. അത്തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് തരത്തിൽ ഏരിയ എടുക്കാം. ഒന്ന് എനിക്ക് ഇനീഷ്യൽ ഏരിയ വെച്ചിട്ട് തന്നെ കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന ആൾ മടിയനാണെങ്കിൽ, നമ്മൾ ഓരോ തവണയും ഇതിന്റെ മെഷർമെന്റ് എടുക്കാൻ മടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് അതിന്റെ ഇനീഷ്യൽ ഏരിയ വെച്ചിട്ട് തന്നെ പോകും. ഓക്കെ, ലെറ്റ് us represent it as initial area. Okay, so area can be taken as either it can be taken as the initial area A ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക്
ഇൻസ്റ്റന്റ് ഏരിയ എടുക്കാം. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ഏരിയ എടുക്കാം. ഓരോ ഇൻസ്റ്റന്റിലും വരുന്ന ഏരിയ എടുക്കാം. ഏരിയ എ ഇൻസ്റ്റന്റ്. ഓക്കെ, ഇൻസ്റ്റന്റ് ഏരിയ വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന ഏരിയ ഇനീഷ്യൽ ഏരിയ ആണെങ്കിൽ ഇതിനാണ് നമ്മൾ പറയാ നോമിനൽ. ഇനീഷ്യൽ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രൂ സ്ട്രെസ് കണ്ടെത്തുന്നെങ്കിൽ ഇതിനാണ് നമ്മൾ പറയാ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് പറയാം. എഞ്ചിനീയറിംഗ് സ്ട്രെസ് ഓർ നോമിനൽ സ്ട്രെസ് എന്ന് പറയാം. എഞ്ചിനീയറിംഗ് സ്ട്രെസ് ഓർ നോമിനൽ സ്ട്രെസ്. ഓക്കെ, നേരെ മറിച്ച് ഇഫ് യു ആർ ടേക്കിംഗ് ഇൻസ്റ്റന്റേനിയസ് ഏരിയ, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വരുന്ന ഏരിയ ആണ് എടുക്കുന്നതെങ്കിൽ എന്ന് വെച്ചാൽ P1 കറസ്പോണ്ടിങ് ആയിട്ട് A1 എടുക്കുന്നു, P2 കറസ്പോണ്ടിങ് ആയിട്ട് A2 എടുക്കുന്നു, അത്തരത്തിലാണ് എടുത്തു പോകുന്നതെങ്കിൽ ഇതിനാണ് നമ്മൾ പറയാ ട്രൂ സ്ട്രെസ്. കാരണം ഇതാണ് ആക്ച്വൽ വാല്യൂ. ഓക്കെ, ഇതിനാണ് ട്രൂ സ്ട്രെസ് ഓർ ഇൻസ്റ്റന്റേനിയസ് സ്ട്രെസ് എന്ന് പറയാം. True stress or instantaneous stress. Okay, so ഇത് ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഓർത്തിരിക്കാനുള്ള എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ പറയുന്നത്, ഒരു ഇനീഷ്യൽ ഏരിയ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഇനീഷ്യൽ ഏരിയ എടുക്കുന്നത് നമുക്ക് മടിയുള്ളതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ ഓരോ തവണയും മെഷർ ചെയ്യാൻ പഠിക്കുന്നത് അല്ലെ. നമ്മൾ പൊതുവെ എഞ്ചിനീയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മടിയുള്ള ആൾക്കാരായതുകൊണ്ടാണ്, ഓരോ തവണയും മെഷർ ചെയ്യാൻ മടിയുള്ളതുകൊണ്ട് അതിനാണ് നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രെസ് ഓക്കെ ഡെഡിക്കേറ്റഡ് ടു എഞ്ചിനീയേഴ്സ് ഓക്കെ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പേരാണ് നോമിനൽ സ്ട്രെസ്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ഏരിയ എടുക്കുന്ന കേസിൽ അത് എക്സാക്ട് വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ട്രൂ സ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, സിമിലർലി ഇതേപോലെ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രെയിനും ഉണ്ട്, ട്രൂ സ്ട്രെയിനും ഉണ്ട്. ഓക്കെ, ട്രൂ സ്ട്രെസ് കൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പൊ അതില് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇൻസ്റ്റന്റേനിയസ് അല്ലെങ്കിൽ ട്രൂ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ നോമിനൽ സ്ട്രെസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെസ് എന്താണെന്നും കൂടെ മനസ്സിലാക്കി. സിമിലർലി സ്ട്രെയിനിനെ നമുക്ക് ഇത്തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, as true strain and engineering strain. Okay, true strain and engineering strain. Engineering strain and true strain. ഓക്കെ, സോ സിമിലർലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഓക്കെ, സോ ഈ ലെങ്ത്, ഈ പറയുന്ന ലെങ്ത്തും എനിക്ക് രണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ഒക്കെ ആ രീതിയിൽ എടുക്കാം. സോ ഇനീഷ്യൽ കേസിലെ ചേഞ്ച് ഇൻ ലെങ്ത് ഇതാണ്. ഓക്കെ, ഡെൽറ്റ എൽ ആണ്. പക്ഷെ അടുത്തൊരു ലെങ്ത് അടുത്തൊരു ഡിഫോർമേഷൻ വരുന്ന സമയത്ത് അത് എന്തായി, സോ ഇനീഷ്യൽ ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഡെൽറ്റ L1 എന്ന് പറഞ്ഞ് ഒരു പുതിയ ലെങ്ത് ആയിരിക്കും വരിക. കറക്റ്റ്. സോ ഇവിടെ ഓരോ പോയിന്റും ഇഫ് യു ആർ ടേക്കിംഗ് ആസ് എ ഇനീഷ്യൽ ലെങ്ത്, ഓക്കെ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഇനീഷ്യൽ ലെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ ദെൻ അവിടെ കിട്ടുന്ന സ്ട്രെയിനെയാണ് നമ്മൾ എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ എന്ന് പറയാം. എഞ്ചിനീയറിംഗ് സ്ട്രെയിൻ. സിമിലർലി കിട്ടുന്ന ലെങ്ത് നമ്മൾ എടുക്കുന്നത് ഇൻസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ, ഓക്കെ ഇൻസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ അതിനാണ് നമ്മൾ അത്തരം കിട്ടുന്നതിനാണ് നമ്മൾ ട്രൂ സ്ട്രെയിൻ എന്ന് പറയാം. ട്രൂ സ്ട്രെയിൻ. ഓക്കെ, ആക്ച്വലി നമുക്ക് പിന്നെ ട്രൂ സ്ട്രെസ് കിട്ടിയാൽ അല്ലെങ്കിൽ ട്രൂ സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗ് സ്ട്രെസ്സോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രെയിനും കണ്ടെത്താം, അല്ലെങ്കിൽ വൈസ് വേഴ്സ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആൻഡ് there is a relationship between true stress and engineering stress and true strain and engineering strain. Okay, so നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. റിലേഷൻഷിപ്പ്. Okay, so if epsilon t is your true strain ആണെങ്കിൽ then log 1 plus strain എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ nominal strain എടുത്തു കഴിഞ്ഞാൽ you will get your true strain. Okay, so true strain is equal to natural log of 1 plus engineering strain or nominal strain. Now similarly നമുക്ക് സ്ട്രെസ്സിന്റെ കേസിലും പറയാം your true stress sigma t is actually sigma into 1 plus strain. Okay, sigma into 1 plus strain. So true stress is equal to nominal stress into 1 plus nominal strain. Okay, so nominal strain value ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ട്രൂ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. അതേപോലെ നോമിനൽ സ്ട്രെയിനും നോമിനൽ സ്ട്രെസ് വാല്യൂ ഉണ്ടെങ്കിൽ ട്രൂ സ്ട്രെസ് വാല്യൂയും കണ്ടെത്താം. ഓക്കെ, സോ ദിസ് റിലേഷൻഷിപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. കാരണം 1 വേർഡിൽ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏരിയ ആണിത്.
Okay, so this relationship is very, very, very important. Please make a note of this relationship. Okay, so ഇത്രയാണ് ബേസിക് കാര്യം that you should understand before going to the actual stress strain relationship.